നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി 2ാം സെമസ്റ്റർ BA എക്കണോമിക്സ് ക്ലാസ്സുകളിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്തമാറ്റിക്കൽ എക്കണോമിക്സിലെ ബ്ലോക്ക് 2ലെ ഫസ്റ്റ് യൂണിറ്റ് ആണ്. ബ്ലോക്ക് 2 ഫണ്ടമെന്റൽസ് ഓഫ് മെട്രിക്സ് അൽജിബ്ര, അതിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് യൂണിറ്റ് ഇൻട്രൊഡക്ഷൻ ടു മെട്രിക്സ്. ഫസ്റ്റ് ഈ ഒരു ചാപ്റ്ററിൽ ഫസ്റ്റ് ഒരു ടോപ്പിക് വരുന്നത് വെക്ടേഴ്സ് ആണ്. എന്താണ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ? വെക്ടേഴ്സ് എന്ന് പറയുന്നത് ജോഗ്രഫിക്കൽ എൻറ്റിറ്റി ദാറ്റ് ഹാസ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഈസ് കോൾഡ് വെക്ടേഴ്സ്. അതായത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഉള്ള ഒരു ജോഗ്രഫിക്കൽ എൻറ്റിറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? വെക്ടേഴ്സ് എന്ന് പറയുന്നത്. വെക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു എക്സാമ്പിൾ വെച്ചാണ്, നമ്മൾ അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഉണ്ട്, അത് വെച്ചാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു ലൈൻ, അവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ ഓരോ എലമെന്റ്സിനെയും പറയാം. ഈ ഒരു ആരോ മാർക്കിന്റെ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ലൈനിന്റെ ലെങ്തിനെയാണ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഈ ഒരു ലെങ്തിനെയാണ് എന്തെന്ന് പറയുന്നത്? മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ ഒരു ലെങ്തിനെയാണ്, ലൈൻ ലെങ്തിനെയാണ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഈ ഒരു ആരോ ഉണ്ടല്ലോ, ഈ ഒരു ആരോനെയാണ് എന്ത് എന്ന് പറയുന്നത്? ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഡയറക്ഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിനെ ട്രയൽ എന്നും ഇതിന്റെ എൻഡിങ് പോയിന്റിനെ ഹെഡ് എന്നുമാണ് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ്, നമ്മൾ ഈ ഒരു ലൈൻ നോക്കിയാൽ, ഈ ഒരു ആരോ മാർക്ക് നോക്കിയാൽ, ഈ ഒരു ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ആ ഒരു ലൈൻ ലെങ്തിനെ മാഗ്നിറ്റ്യൂഡ് എന്നും ഈ ഒരു ആരോയെ ഡയറക്ഷൻ എന്നുമാണ് പറയാ. ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിനെ ട്രയൽ എന്നും ഇത് എൻഡ് ചെയ്യുന്ന പോയിന്റിനെ ഹെഡ് എന്നുമാണ് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഇതിനെയാണ്, ഈ ഒരു മൊത്തത്തിൽ ഈ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കൂടുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ടൈപ്സ് ഓഫ് വെക്ടേഴ്സ് ആണ്. എന്താണ് ടൈപ്സ് ഓഫ് വെക്ടേഴ്സ്? ടൈപ്സ് ഓഫ് വെക്ടേഴ്സിൽ 5 ടൈപ്സ് പറയുന്നുണ്ട്. ഒന്നാമത്തെ സീറോ വെക്ടർ, യൂണിറ്റ് വെക്ടർ, കോയിൻഷ്യൽ വെക്ടർ, കൊളിനിയർ വെക്ടർ ആൻഡ് ഈക്വൽ വെക്ടേഴ്സ്. ഇനി അത് ഓരോന്നും എന്തൊക്കെയാണെന്ന് പറയാം. ഫസ്റ്റത്തെയാണ് സീറോ വെക്ടർ. സീറോ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? സീറോ വെക്ടർ എന്ന് പറഞ്ഞാൽ when the magnitude of the vector is zero. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു? ഇവിടെ മുതൽ ഈ ഒരു ലൈനിന്റെ ലൈൻ ലെങ്തിനെയാണ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഈ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 0 ആണെങ്കിൽ അതിനെയാണ് സീറോ വെക്ടർ എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ when the magnitude of the vector is 1 unit. അതായത് ഈ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 യൂണിറ്റ് ആണെങ്കിൽ അതിനെയാണ് യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. മൂന്നാമത്തെയാണ് കോയിൻഷ്യൽ വെക്ടർ. കോയിൻഷ്യൽ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 or more vectors starts സെയിം ഇനീഷ്യൽ പോയിന്റ്. അതായത് 2ഓ 3ഓ വെക്ടേഴ്സ് സെയിം ഇനീഷ്യൽ പോയിന്റ് നമ്മൾ ട്രയൽ എന്നാണ് പറയുന്നത്. അവരുടെ മൂന്നാളെ ട്രയലും ഇനീഷ്യൽ പോയിന്റും സെയിം ആയിരിക്കും. അങ്ങനത്തെ വെക്ടേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? കോയിൻഷ്യൽ വെക്ടർ എന്ന് പറയുന്നത്. നാലാമത്തെയാണ് കൊളിനിയർ വെക്ടർ. കൊളിനിയർ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? If 2 or more vectors lying on the same or parallel lines. അതായത് സെയിം ലൈനിൽ അല്ലെങ്കിൽ ഇതിന് പാരലൽ ആയിട്ട് വേറെ 2 ലൈൻസിൽ അല്ലെങ്കിൽ 3 ലൈൻസിൽ സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന 2ഓ അതിലധികമോ വെക്ടേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? കൊളിനിയർ വെക്ടർ എന്ന് പറയുന്നത്. ലാസ്റ്റത്തെയാണ് ഈക്വൽ വെക്ടേഴ്സ്. എന്താണ് ഈക്വൽ വെക്ടേഴ്സ് എന്ന് പറയുന്നത്? 2 or more vectors with the same magnitude and direction is called equal vector. അതായത് 2 വെക്ടേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ 3 വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ സെയിം മാഗ്നിറ്റ്യൂഡ് സെയിം ഡയറക്ഷൻ, അങ്ങനെയാണെങ്കിൽ അതിനെയാണ് ഈക്വൽ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. നെക്സ്റ്റ് ടോപ്പിക് ആണ് ഓപ്പറേഷൻസ് ഓൺ വെക്ടേഴ്സ്. വെക്ടേഴ്സ് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? ഇത് 2 വെക്ടേഴ്സ് ഈക്വൽ ആണെങ്കിൽ നമ്മൾ എങ്ങനെ പറയാം? 2 വെക്ടേഴ്സ് ഈക്വൽ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? എക്സ് ഈക്വൽ ടു വൈ. നോട്ട് ഈക്വൽ ആണെങ്കിൽ എന്ത് പറയും? 2 വെക്ടേഴ്സ് നോട്ട് ഈക്വൽ ആണെങ്കിൽ നമ്മൾ എക്സ് നോട്ട് ഈക്വൽ ടു വൈ. എങ്ങനെയാണ് പറയാം? ഈക്വൽ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു വൈ, നോട്ട് ഈക്വൽ ആണെങ്കിൽ എക്സ് നോട്ട് ഈക്വൽ ടു വൈ. എങ്ങനെയാണ്? ദ ഈക്വാലിറ്റി ഈസ് പോസിബിൾ ഓൺലി ബിറ്റ്വീൻ വെക്ടേഴ്സ് ഓഫ് ദ സെയിം ഡയമെൻഷൻ. അതായത് 2 വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ ആ 2 വെക്ടേഴ്സും സെയിം ഡയമെൻഷനിലാണെങ്കിൽ മാത്രമേ നമുക്ക് ഈക്വാലിറ്റി പറയാൻ കഴിയുള്ളൂ. അതാണ് ഓപ്പറേഷൻസ് ഓൺ വെക്ടേഴ്സിൽ പറയുന്നത്. ഇനി വെക്ടേഴ്സിന്റെ അഡീഷന്റെ കേസ്, അതേപോലെ തന്നെ സബ്സ്ട്രാക്ഷന്റെ കേസ്, മൾട്ടിപ്ലിക്കേഷന്റെ കേസ്, ഇതൊക്കെയാണ് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് വെക്ടേഴ്സിന്റെ അഡീഷന്റെ കേസ് എങ്ങനെയാണ് നോക്കാം. അഡീഷൻ ഓഫ് വെക്ടേഴ്സ്. എങ്ങനെയാണ് അഡീഷന്റെ കേസ് ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ, എക്സാമ്പിൾ വെച്ച് നമ്മൾ എ വെച്ചിട്ട് പറയുകയാണെങ്കിൽ A1 +
A2 എക്സെട്ര an, അതായത് നമ്പർ എത്ര ഇൻഫിനിറ്റി ആണല്ലോ അതുകൊണ്ട് n അഡീഷൻ ആണെങ്കിൽ പ്ലസ് b1 b2 എക്സെട്ര bn ആണെങ്കിൽ നമ്മൾ അഡീഷന്റെ കേസ് ആട്ടോ പറയുന്നത്. വെക്ടേഴ്സിലെ അഡീഷന്റെ ഇങ്ങനെയാണ് നമുക്ക് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അഡീഷൻ വെക്ടേഴ്സിലെ അഡീഷൻ കാൽക്കുലേറ്റ് ചെയ്യാന്ന് ചോദിച്ചാൽ ഇവിടെ ഫസ്റ്റ് a1നെ നമ്മൾ b1 കൊണ്ട് പ്ലസ് ചെയ്യണം. a1 പ്ലസ് b1 അതേപോലെ തന്നെ a2 പ്ലസ് b2 എക്സെട്ര an പ്ലസ് bn. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ അഡീഷൻ ചെയ്യേണ്ടത്. അതായത് ഈ ഒരു ബ്രാക്കറ്റിലെ ഫസ്റ്റ് സംഖ്യന് ഈ ബ്രാക്കറ്റിലെ ഫസ്റ്റ് സംഖ്യ ഉണ്ട്, ഇതിന് രണ്ടാമത്തെ സംഖ്യന് രണ്ടാമത്തെ സംഖ്യ ഉണ്ട്, അങ്ങനെയാണ് നമ്മൾ അഡീഷൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് വെച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ ഫൈൻഡ് a പ്ലസ് ബി ഈക്വൽ ടു ഫൈൻഡ് a പ്ലസ് ബി കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈഫ് a ഈക്വൽ ടു 3 - 2 5 അങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ആൻഡ് b ഈക്വൽ ടു എയും തന്നിട്ടുണ്ട് ബിയും തന്നിട്ടുണ്ട്. b ഈക്വൽ ടു -2 10 ആൻഡ് -3 അങ്ങനെ മൂന്നെണ്ണം. എങ്ങനെയാണ് സൊല്യൂഷൻ? അപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് തന്നിട്ടുള്ളത് എങ്ങനെയാണ്? a എന്ന് പറയുന്നത് 3 - 2 5. a എന്ന് പറയുന്നത് 3 - 2 5 ആണെന്ന് തന്നിട്ടുണ്ട്. b എത്രയാണ് തന്നിട്ടുണ്ട്? b എന്ന് പറയുന്നത് -2 10 -2 10 ആൻഡ് -3 ഇങ്ങനെയാണ് തന്നിട്ടുണ്ട്. എയും ബിയും നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? a പ്ലസ് ബി ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. a പ്ലസ് ബി ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്, അതായത് നമ്മൾ എങ്ങനെ പറഞ്ഞത് 3 പ്ലസ് -2 നെക്സ്റ്റ് -2 പ്ലസ് 10 നെക്സ്റ്റ് 5 പ്ലസ് -2 ഇങ്ങനെയാണ് നമ്മൾ എന്തായിട്ടുണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ അഡീഷൻ ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര ആൻസർ കിട്ടും? 3 പ്ലസ് -2 ഈക്വൽ ടു 1 -2 പ്ലസ് 10 ഈക്വൽ ടു 8 5 പ്ലസ് -3 ഈക്വൽ ടു 2. അപ്പൊ നമുക്ക് എന്തായി? a പ്ലസ് ബി കിട്ടി. a പ്ലസ് ബി ഈക്വൽ ടു 182. ഓക്കെ, ഇതാണ് അഡീഷന്റെ കേസിൽ വരുന്നത്. ഇനി നമുക്ക് സബ്സ്ട്രാക്ഷൻ ഓഫ് വെക്ടേഴ്സിന്റെ സബ്സ്ട്രാക്ഷനിൽ എങ്ങനെ നോക്കിയാൽ ഇതേപോലെ തന്നെയാണ്. ഇവിടെ മൈനസ് വരുന്നേ ഉള്ളൂ, ഇവിടെ പ്ലസ് ഉള്ളിടത്ത് മൈനസ്. നമ്മൾ അഡീഷൻ അല്ല സബ്സ്ട്രാക്ഷൻ ആണ് പറയുന്നത്. അപ്പൊ സബ്സ്ട്രാക്ഷൻ എഴുതുമ്പോൾ സബ്സ്ട്രാക്ഷന്റെ കേസ് ആവുമ്പോൾ ഇവിടെ a1 പ്ലസ് a2 പ്ലസ് അല്ല കേട്ടോ, ഞാൻ മാറി എഴുതിയാണേ. a1 a2 എക്സെട്ര an ആണെങ്കിൽ മൈനസ് b1 b2 എക്സെട്ര ഇങ്ങനെയാണ് സംഖ്യകൾ. അല്ലെങ്കിൽ നമുക്ക് അഡീഷൻ ചെയ്യാൻ അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യാനാണെങ്കിലും ഈ ഒരു പ്ലസ് മൈനസ് ചിഹ്നത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ എങ്ങനെ അഡീഷന്റെ കേസിൽ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെയാണ് എന്തിൽ ചെയ്യാം? സബ്സ്ട്രാക്ഷന്റെ കേസിൽ ചെയ്യാം. അതായത് നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ ഇവിടെ a1 മൈനസ് a2 മൈനസ് b2 a1 മൈനസ് b2 ഇങ്ങനെയാണ് എന്തിൽ വരിക? സബ്സ്ട്രാക്ഷന്റെ കേസിൽ വരിക. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ. സബ്സ്ട്രാക്ഷൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഇവിടെ a മൈനസ് ബി കാണാനാണ് തന്നിട്ടുള്ളത്. a എന്ന് പറയുന്നത് എത്രയാണ്? ഒരു ക്വസ്റ്റ്യൻ ആണ്. a എന്ന് പറയുന്നത് 3 - 2 ആൻഡ് 5. a എന്ന് പറയുന്നത് 3 - 2 5 ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ. എന്ന് ബി തന്നിട്ടുണ്ടാവും. ബി എന്നുള്ളത് എന്താണ്? -2 10 -3. നമ്മൾ അതിൽ തന്നെ ചെയ്യാണ്. -2 and 10. എങ്ങനെയാണ് സൊല്യൂഷൻ കാണാം? സൊല്യൂഷൻ കാണുമ്പോൾ a മൈനസ് ബി ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. a മൈനസ് ബി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? a മൈനസ് ബി 3 × -2 നമ്മൾ എഴുതുകയാണെങ്കിൽ 3 - -2 -2 - 10 and 5 - -3 ഇങ്ങനെയാണ് നമുക്ക് എന്ത് വരിക? കാൽക്കുലേഷൻസ് വരിക. a മൈനസ് ബി 5 3 - -2 5 -2 -10 10 -12 5 - -3 ഈക്വൽ ടു 8. അപ്പൊ എത്രയാണ് ആൻസർ വരിക? a മൈനസ് ബി ഈക്വൽ ടു 5 -12 8. ഇങ്ങനെയാണ് സബ്സ്ട്രാക്ഷന്റെ കേസിൽ വരിക. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് മൾട്ടിപ്ലിക്കേഷന്റെ കേസാണ്. മൾട്ടിപ്ലിക്കേഷൻ ബൈ എ സ്കാലർ. മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ എങ്ങനെ വരിക? മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷന്റെ കേസ് വരികയാണെങ്കിൽ
മൾട്ടിപ്ലിക്കേഷന്റെ കേസ് വരുമ്പോൾ എങ്ങനെയാണ് വരിക? നമുക്ക് സംഖ്യകൾ ഉണ്ടാവും A1 A2 എക്സെട്ര AN. മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് B1 B2 എക്സെട്ര BN. ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ വരുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? എങ്ങനെ ചെയ്യാന്ന് ചോദിച്ചാൽ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള സംഖ്യ ഉണ്ടാകും. ഇപ്പം TA2 എക്സെട്ര TAN. ഓക്കെ, ഇങ്ങനെയാണ് വരിക TAN. പിന്നെ അതേപോലെ തന്നെ ഇവിടെ അതേപോലെ തന്നെ ബിന്റെ കേസിലും അങ്ങനെ തന്നെയാണ് വരിക. ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ വെച്ച് ചെയ്യുമ്പോൾ അപ്പൊ നമുക്ക് ഈ ഒരു ഫസ്റ്റ് കേസ് മാത്രം നോക്കാം. ഫസ്റ്റ് കേസ് അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് AN മാത്രം ഫൈൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് 3A കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഇഫ് A ഈക്വൽ ടു 3 - 2 5. അങ്ങനെ എന്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ആണ് 3A കാൽക്കുലേറ്റ് ചെയ്യാണ്. 3 ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്റെ വാല്യൂ തന്നിട്ടുണ്ട്. A എന്ന് പറയുന്നത് എത്രയാണ്? 3 - 2 and 5 ഇങ്ങനെ തന്നിട്ടുണ്ട് എന്റെ വാല്യൂ. അപ്പൊ ഇവിടെ 3 ആണ്. ഈ T എന്ന് പറയുന്നത് 3 ആണ്. ഒരു കോൺസ്റ്റന്റ് സംഖ്യ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ കാണാം? 3 × 3, അതേപോലെ തന്നെ 3 × -2 and 3 × 5 ഇങ്ങനെയാണ് ചെയ്യുക. 3 × 5. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടും? 3 9, 2 3 6 -6 and 15. ഇതായിരിക്കും നമുക്ക് ആൻസർ വരിക. 9 - 6 15. മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ വരുമ്പോൾ എങ്ങനെയാണ് വരിക? ഓക്കെ, അപ്പോൾ എത്രയാണ് വെക്ടേഴ്സിന്റെ കേസസിൽ നമുക്ക് പഠിക്കാം. ഇനി നമ്മൾ നെക്സ്റ്റ് മൂവ് ചെയ്യുന്നത് മെട്രിക്സ് ആണ്. മെട്രിക്സ് മീനിങ് ആൻഡ് ടൈപ്സ് ഓഫ് മെട്രിക്സ്. മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇനി മെട്രിക്സ് എന്താണ്, മെട്രിക്സിന്റെ ടൈപ്സ് കാര്യങ്ങളൊക്കെയാണ് നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയാം. എങ്ങനെയാന്ന് ചോദിച്ചാല് ഇപ്പൊ ഒരു എക്സാമ്പിൾ ആണ് 2 5 10 3 1 0 0 2 4 6. ഈ ഒരു അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്നത്. ഈ ഒരു അറേഞ്ച്മെന്റിനെയാണ് എന്തെന്ന് പറയുന്നത്? മെട്രിക്സ് എന്ന് പറയുന്നത്. മെട്രിക്സ് ഈ ഒരു അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ അറേസിനെ റോസ് എന്നും വെർട്ടിക്കൽ അറേസിനെ കോളംസ് എന്നുമാണ് പറയുന്നത്. ഇത് റോസും ഇത് കോളംസും. മെട്രിക്സ് ഈസ് ആൻ അറേ ഓഫ് നമ്പേഴ്സ്, സിംബൽസ് ഓർ പാരാമീറ്റേഴ്സ് ദാറ്റ് ആൻ അറേഞ്ച്ഡ് ഇൻ റോസ് ആൻഡ് കോളംസ്. ഈ റോസ് ആൻഡ് കോളംസിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള നമ്പേഴ്സിനെ അല്ലെങ്കിൽ സിംബൽസിനെ അല്ലെങ്കിൽ പാരാമീറ്ററിനെയാണ് എന്തെന്ന് പറയുന്നത്? മെട്രിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ written within a pair of a second bracket. അതായത് സെക്കൻഡ് ബ്രാക്കറ്റ് ഇതുണ്ടോ, ഈ ഒരു ബ്രാക്കറ്റിൽ, അല്ലെങ്കിൽ പാരന്തസിസ്, അല്ലെങ്കിൽ ഡബിൾ ലൈൻ, അല്ലെങ്കിൽ ഒക്കേഷൻസ്, ഇതിലൊക്കെയാണ് എന്ത്? മെട്രിക്സ് ഡിനോട്ട് ചെയ്യുക. മെട്രിക്സ് ഡിനോട്ട് ചെയ്യുന്നത് Z എന്നുള്ള ലെറ്ററിലാണ്. ഓക്കെ, എക്സാമ്പിൾ ആണ്. മെട്രിക്സിന് ഒരു എക്സാമ്പിൾ ആണ് Z ഈക്വൽ ടു 2 5 10 3 1 0 2 4 6. ഇങ്ങനെയാണ് മെട്രിക്സിന്റെ ഒരു ഫോം ഉണ്ടാവുക. എലമെന്റ്സ് ഓഫ് മെട്രിക്സിന്റെ എലമെന്റ്സ് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എലമെന്റ്സ് ഓഫ് മെട്രിക്സ് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? Z ആണ് മെട്രിക്സ്, IJ. ഇതില് I എന്ന് പറയുന്നത് റോ, J എന്ന് പറയുന്നത് കോളം. അപ്പൊ നമ്മൾ മെട്രിക്സ് എന്താന്ന് പറഞ്ഞു? മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുന്ന Z ആണ്. എലമെന്റ്സ് ഓഫ് മെട്രിക്സ് ZIJ. അതായത് ഇവിടെ I എന്ന് പറയുന്ന റോസും അതേപോലെ തന്നെ J എന്ന് പറയുന്നത് കോളംസ്. ഇങ്ങനെയാണ് എന്തിനെ? മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യാം. നെക്സ്റ്റ് പറയുന്ന ടോപ്പിക് ആണ് ഓർഡർ ഓഫ് മെട്രിക്സ്. ഓർഡർ ഓഫ് മെട്രിക്സ് ഈസ് ദ ടോട്ടൽ എലമെന്റ്സ് ഇൻ ദ മെട്രിക്സ്. ഒരു മെട്രിക്സിലെ എത്ര എലമെന്റ്സ് ഉണ്ടോ, ടോട്ടൽ എത്ര എലമെന്റ്സ് ഉണ്ടോ, അതിനെയാണ് ഓർഡർ ഓഫ് മെട്രിക്സ് എന്ന് പറയുന്നത്. റിട്ടൺ മെട്രിക്സ് ബോട്ടം ഓഫ് ദ റൈറ്റ് കോർണർ. അതായത് ഈ ഓർഡർ ഓഫ് മെട്രിക്സ് നമ്മൾ എവിടെ എഴുതാം? ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്താ? ഓർഡർ ഓഫ് മെട്രിക്സ് എഴുതാം. ഇതിന്റെ ഓർഡർ ഓഫ് മെട്രിക്സ് എത്രയെന്ന് അറിയോ? 3 × 3. ഓക്കെ, 3 × 3 റോസും കോളംസും 3 × 3 ആണ്. 3 × 3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ എലമെന്റ്സ് കിട്ടും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഓർഡർ ഓഫ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇവിടെ M എന്ന് പറയുന്നത്
നമ്മൾ പറഞ്ഞു ഐ എന്ന് പറയുന്ന എലമെന്റ്സിൽ ഐ എന്ന് പറയുന്ന റോ ആണ്, ജെ എന്ന് പറയുന്ന കോളം ആണെന്ന് പറഞ്ഞു. നമ്മൾ ഓർഡർ ഓഫ് മെട്രിക്സിലെ എം എന്ന് പറയുന്നത് റോയും എൻ എന്ന് പറയുന്നത് കോളവുമാണ്. അപ്പൊ നമ്മള് ഓർഡർ ഓഫ് മെട്രിക്സ് എന്ന് പറയുന്നത് എം ഇൻറ്റു എൻ ആണ്. ഓർഡർ ഓഫ് മെട്രിക്സ് എന്ന് പറയുന്നത് എം ഇൻറ്റു എൻ ആണ്. അതായത് ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഓർഡർ ഓഫ് മെട്രിക്സ് എന്ന് പറയുന്നത് 3 × 3 ആണ്. 3 × 3 അതായത് റോസും 3 ആണ്, കോളംസും 3 ആണ്, റോസും 3 ആണ്. അതായത് ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ് എന്ന് നമുക്ക് പറയാം. റോസും അതേപോലെ തന്നെ കോളംസും ഈക്വൽ ആയിനാണ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയാം. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. മെട്രിക്സിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സപ്പോസ് three students purchased books and pens. How we can represent it with a matrix order of 3 × 2 and 2 × 3. 3 × 2 എന്നുള്ള ഒരു ടേബിളും ക്രിയേറ്റ് ചെയ്യണം, അതേപോലെ തന്നെ 2 × 3 എന്നുള്ള ടേബിളും ക്രിയേറ്റ് ചെയ്യണം. ഇപ്പൊ നമ്മള് നോക്കണം. അപ്പൊ ഈ ഒരു സംഭവം തന്നെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാണ്. ഇത് നമ്മൾ പറഞ്ഞു 3 × 3 ടേബിൾ ആണ്. 3 × 3 ടേബിൾ ആണ്. ഇതില് എം, ഇത് എൻ. എം എന്ന് പറയുന്നത് റോസും അതേപോലെ തന്നെ എൻ എന്ന് പറയുന്ന കോളംസും. നമുക്ക് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? 2 തരത്തിലുള്ള കോളംസ് ഉണ്ടാക്കാം, മെട്രിക്സ് ഉണ്ടാക്കാനാണ്. അതായത് 3 × 2 മെട്രിക്സ് ഉണ്ടാക്കണം, അതേപോലെ തന്നെ 2 × 3 മെട്രിക്സ് ഉണ്ടാക്കണം. 3 സ്റ്റുഡൻസ് പർച്ചേസ് ചെയ്തു, ബുക്സും പെൻസും പർച്ചേസ് ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മളൊരു മെട്രിക്സ് എ ക്രിയേറ്റ് ചെയ്യാണ്. മെട്രിക്സ് എ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. മെട്രിക്സ് എ ഒരു എ, മെട്രിക്സ് എ. അങ്ങനെ നമ്പേഴ്സ് കാര്യങ്ങളൊന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല. നമുക്ക് ഇഷ്ടമല്ല നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് മെട്രിക്സ് ഉണ്ടാക്കാം. പക്ഷേ 3 × 2 ആവണം, അതേപോലെ തന്നെ 2 × 3 ആവണം. ഫസ്റ്റ് നമ്മൾ 3 × 2 ചെയ്യുകയാണെങ്കിൽ 7 1 5 2 5 6 ഇങ്ങനെ നമ്മളൊരു മെട്രിക്സ് ഉണ്ടാക്കി. ഇവിടെ എന്ന് പറയുന്നത് എം എന്ന് പറയുന്നത് എന്താണ്? എം എന്ന് പറയുന്നത് റോസ് ആണ്. അത് നമുക്ക് എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. എം ഇൻറ്റു എൻ ആണ്. എം എന്ന് പറയുന്നത് 3 എണ്ണം ഉണ്ട്. എൻ എന്ന് പറയുന്നത് എത്ര എണ്ണം? 2 എണ്ണമാണ് ഇത്. അപ്പൊ 3 × 2 ടേബിളായി. 3 × 2 ടേബിളായി. ഇനി മെട്രിക്സ് ബി, ഇനി എന്ത് ഇടണം? 2 × 3 ടേബിൾ വേണം. 2 × 3 ടേബിൾ വേണം. ഈ സെയിം സാധനം നമ്മൾ 2 × 3 ടേബിൾ ആക്കാണ്. എങ്ങനെ ചെയ്യാം? 7 1 5 2 5 6. ഓക്കെ, ഇതെന്തായി? 2 × 3 ട്രബിൾസ് ആയി. അതായത് റോസ് 2 എണ്ണം ഉള്ളൂ, കോളംസ് 3 എണ്ണം ഉണ്ട്. അപ്പോ ഓക്കെ, നമ്മള് 3 × 2 ടേബിളും ക്രിയേറ്റ് ചെയ്തു, 2 × 3 മെട്രിക്സും ക്രിയേറ്റ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ടൈപ്സ് ഓഫ് മെട്രിക്സ് ആണ്. ടൈപ്സ് ഓഫ് മെട്രിക്സിൽ ഒരു 12 മെട്രിക്സിന്റെ ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് ടൈപ്സ് ആണ് സ്ക്വയർ മെട്രിക്സ്. സ്ക്വയർ മെട്രിക്സ് ഞാൻ ഫസ്റ്റിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞു. അത് 3 × 3 ടേബിൾ ആണ്. അത് ഒരു സ്ക്വയർ മെട്രിക്സിന് എക്സാമ്പിൾ ആണ്. അതായത് ഈക്വൽ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ്. കോളംസും ഈക്വൽ ആയിരിക്കും, അതേപോലെ തന്നെ റോസും ഈക്വൽ ആയിരിക്കും. അതിനെയാണ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്. അതായത് എം ഈക്വൽ ടു എൻ, അതായത് എമ്മും ഈക്വൽ ആയിരിക്കും എന്നും, എം ഈക്വൽ ടു എൻ ആയിരിക്കും സ്ക്വയർ മെട്രിക്സിൽ വരിക. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ മെട്രിക്സ് ആണ് റെക്ടാങ്കുലർ മെട്രിക്സ്. റെക്ടാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എനി മെട്രിക്സ് വിത്ത് എം റോസ് ആൻഡ് എൻ കോളംസ് ഈസ് കോൾഡ് റെക്ടാങ്കുലർ മെട്രിക്സ്. ഇവിടെ എമ്മും എന്നും ഈക്വൽ ആയിരിക്കൂല. എം 2 എണ്ണാണെങ്കിൽ എൻ 3 എണ്ണം ആയിരിക്കും. അങ്ങനെ ഈക്വൽ അല്ലാത്ത എനി ടൈപ്പ് ഓഫ് മെട്രിക്സിനെ നമ്മൾ റെക്ടാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യനിൽ ചെയ്തു 2 × 3 ടേബിളും അതേപോലെ തന്നെ 3 × 2 മെട്രിക്സും. അത് റെക്ടാങ്കുലർ മെട്രിക്സിന് ഒരു എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് മൂന്നാമത്തെ മെട്രിക്സ് എന്ന് പറയുന്നത് റോ മെട്രിക്സ് ആണ്. റോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെട്രിക്സ് ഹാവിംഗ് ഓൺലി 1 റോ ആൻഡ് മെനി കോളംസ്. അതായത് ഒരു റോ മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷെ മെനി കോളംസ് ഉണ്ടാകും. അപ്പൊ നമ്മുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റോ മെട്രിക്സ് ഇങ്ങനെയാണ് ഉണ്ടാവുക. റോ മെട്രിക്സ് 1 5 3 4 ഒരു റോ ഉള്ളൂ, പക്ഷേ കോളംസ് ഒരുപാടുണ്ട്. ഇതിനെയാണ് റോ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി കോളം മെട്രിക്സ് ഉണ്ട്. നെക്സ്റ്റ് ഇതാണ് കോളം മെട്രിക്സ്. കോളം മെട്രിക്സ് എങ്ങനെ ആയിരിക്കും? 1 5 3 4 ഇങ്ങനെ വരുമ്പോ എന്താവും?
ഒരു കോളേ ഉള്ളൂ, പക്ഷെ ഒരുപാട് റോസ് ഉണ്ട്. അപ്പോൾ ഇതിനെയാണ് കോളം മെട്രിക്സ് എന്ന് പറയുന്നത്. കോളം മെട്രിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ഡയഗണൽ മെട്രിക്സ്. നെക്സ്റ്റ് ഒരു ടൈപ്പാണ് ഡയഗണൽ മെട്രിക്സ്. ഓൺലി സ്ക്വയർ മെട്രിക്സ് ക്യാൻ മേക്ക് ഡയഗണൽ മെട്രിക്സ്. അതായത് റെക്ടാങ്കുലർ മെട്രിക്സിനൊന്നും ഡയഗണൽ മെട്രിക്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂല. സ്ക്വയർ മെട്രിക്സിന് മാത്രമേ ഡയഗണൽ മെട്രിക്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ സ്ക്വയർ മെട്രിക്സ് ഇൻ വിച്ച് ആൾ ദ എലമെന്റ്സ് എക്സെപ്റ്റ് ദ ലീഡിംഗ് ഡയഗണോസൽ ആർ സീറോ. അതായത് ലീഡിംഗ് ഡയഗണോസൽ ഒഴികെയുള്ള ബാക്കിയുള്ള എലമെന്റ്സ് ഒക്കെ സീറോ ആയിരിക്കും. നമുക്ക് ഇതിൽ വെച്ചിട്ട് ടാബിൽ വെച്ചിട്ട് നോക്കാം. നമ്മള് 3 0 ഏതാണ് പറയുന്നത്? ഡയഗണൽ മെട്രിക്സ് ആണ്. ഡയഗണൽ മെട്രിക്സ് ആണ് പറയുന്നത്. ഇവിടെ 3 3 0 0 0 5 0 0 0 3. ഇതൊരു മെട്രിക്സ് ആണ്. ഇതിനെയാണ് ലീഡിംഗ് ഡയഗണൽ എന്ന് പറയുന്നത്. ലീഡിംഗ് ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഈ 3 5 3 ഇതിനെയാണ് ലീഡിംഗ് ഡയഗണൽ എന്ന് പറയുന്നത്. ഈ ലീഡിംഗ് ഡയഗണൽ ഒഴികെയുള്ള ബാക്കിയുള്ള എലമെന്റ്സ് ഒക്കെ സീറോ ആകുന്ന മെട്രിക്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു മെട്രിക്സ് ആണ് സ്കാലർ മെട്രിക്സ് എന്ന് പറയുന്നത്. സ്കാലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഡയഗണൽ മെട്രിക്സ് ഇൻ വിച്ച് ആൾ ദ ഡയഗണൽ എലമെന്റ്സ് ആർ സെയിം നമ്പർ. എല്ലാ അതായത് ഡയഗണൽ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഈ ഒരു എലമെന്റ്സിനെയാണ് ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇത് സെയിം നമ്പർ ആണെങ്കിൽ അതിനെയാണ് എന്തെന്ന്, ഇപ്പൊ ഈ 5 3 വന്നു, അതായത് ഈ 3 സംഖ്യകളും സെയിം ആയി. ഈ ഒരു മെത്തേഡ്, ഈ ഒരു മെട്രിക്സിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്കാലാർ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ഡയഗണൽ മെട്രിക്സ് അല്ല, ഇതെന്തായി? സ്കാലാർ മെട്രിക്സ് ആയി. സ്കാലാർ മെട്രിക്സ് ആയി. ഇതെന്തായി? സ്കാലാർ മെട്രിക്സ് ആയി. ഓക്കെ, ഇതിനെയാണ് സ്കാലാർ മെട്രിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് യൂണിറ്റ് മെട്രിക്സ്. യൂണിറ്റ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഡയഗണൽ മെട്രിക്സ് ഇൻ വിച്ച് ആൾ ദ ഡയഗണൽ എലമെന്റ്സ് ഈസ് യൂണിറ്റി. അതായത് ഈ ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുന്നത് ഈ ഒരു 3 സംഖ്യകളും 1 ആവുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? യൂണിറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. യൂണിറ്റ് ഉണ്ടാകും. അതായത് 3 3 എന്നുള്ളത് നമ്മൾ 1 1 1 ഇങ്ങനെ 3ഉം 1 ആവുന്ന യൂണിറ്റ് ആവുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? യൂണിറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഐഡന്റിറ്റി മെട്രിക്സ്. ഈ ഒരു യൂണിറ്റ് മെട്രിക്സിനെ ഇവിടെ സ്കാലാർ മെട്രിക്സ് മാറി നമ്മൾ 1 1 1 ആയാൽ എന്തായി? യൂണിറ്റ് മെട്രിക്സ് ആയി. യൂണിറ്റ് മെട്രിക്സ് ആയി. യൂണിറ്റ് മെട്രിക്സ് ഈസ് ആൾസോ നോൺ ആസ് ഐഡന്റിറ്റി മെട്രിക്സ്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ഒന്നാണ് നൾ മെട്രിക്സ്. നൾ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ മെട്രിക്സ് ഇൻ വിച്ച് ആൾ ദ എലമെന്റ്സ് ആർ സീറോ. അതായത് ഒരു മെട്രിക്സിലെ എല്ലാ എലമെന്റ്സും സീറോ ആണെങ്കിൽ അതിനെയാണ് നൾ മെട്രിക്സ് എന്ന് പറയുന്നത്. ആൾസോ നോൺ ആസ് സീറോ മെട്രിക്സ്. അതായത് നമ്മൾ ഈ ഒരു എല്ലാ സംഖ്യകളും സീറോ ആകാണ്. എല്ലാ സംഖ്യകളും സീറോ ആകാണ്. ഇതും സീറോ, ഇതും സീറോ, ഇതും സീറോ. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? നൾ മെട്രിക്സ് എന്ന് പറയുന്നത്. നൾ മെട്രിക്സ്. ഇതിനെയാണ് നൾ മെട്രിക്സ് എന്ന് പറയുന്നത്. എല്ലാ സംഖ്യകളും എല്ലാ എലമെന്റ്സും സീറോ ആവുന്നതിനെയാണ് നൾ മെട്രിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു മെട്രിക്സ് ആണ് ട്രയാങ്കുലർ മെട്രിക്സ്. ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ഉണ്ട്, അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ഉണ്ട്. അതായത് എങ്ങനെ വെച്ചാൽ if all the elements above the diagonal elements of matrix are zero and the elements of below the diagonal matrix are non-zero is also called lower triangle matrix. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് ഒരു ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ എന്തായി? ഇങ്ങനെ വന്നാൽ അതായത് ഇതൊരെന്തായി? ഒരു ട്രയാങ്കിൾ ആയില്ലേ? ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. താഴെയുള്ള സംഖ്യകളൊക്കെ നോൺ സീറോ നമ്പേഴ്സും മുകളിലുള്ള ട്രയാങ്കിൾ സീറോ നമ്പേഴ്സും ആണ്. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. ട്രയാങ്കുലർ മെട്രിക്സ്. ഇത് ലോവർ. ഇനി എന്താണ്? അപ്പർ ട്രയാങ്കുലർ ഉണ്ട്. അപ്പർ ട്രയാങ്കുലർ എങ്ങനെയായിരിക്കും? ഇപ്പം നമ്മൾ ഇതാണ് 4 3 7 1 2 9 ഇങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ 0 ഇവിടെ 0 ഇവിടെ 0.
ഇങ്ങനെ വരികയാണെങ്കിൽ ഇതൊരു ട്രയാങ്കിൾ അല്ലേ, അതായത് മുകളത്തെ എല്ലാ എലമെന്റ്സും നോൺ സീറോ എലമെന്റ്സും താഴെയുള്ളത് സീറോ എലമെന്റ്സും ആണെങ്കിൽ ഇതിനെയാണ് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ടൈപ്പ് ആണ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്. ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് ഇഫ് ദ റോസ് ആൻഡ് കോളംസ് ഓഫ് എ മെട്രിക്സ് ആർ ഇന്റർചേഞ്ച്ഡ് ദ ന്യൂ മെട്രിക്സ് ഈസ് ഫോംഡ് ഈസ് കോൾഡ് ട്രാൻസ്പോസ് ഓഫ് എ ഒറിജിനൽ മെട്രിക്സ്. അതായത് നമ്മളിപ്പോ ഒരു മെട്രിക്സ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്, ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുമ്പോൾ 2, 3, 5, 6, 8, 10, 0, 1, 2. ഇപ്പൊ ഇതൊരു മെട്രിക്സ് ആണ്. ഈ ഒരു മെട്രിക്സ് നമ്മൾ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്സ് നമ്മൾ അത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ സെയിം ഒരു മെട്രിക്സ് തന്നെ വരുന്നതിനെയാണ് 5, 7, 3, 2, 9, 1, 4, 8. ഇതൊരു മെട്രിക്സ് ആണ്. ഈ ഒരു മെട്രിക്സിനെ നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞാലും എന്താവും, ഒരു പുതിയ മെട്രിക്സ് വരും. തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു പുതിയ മെട്രിക്സ് വരികയാണ്. അതായത് നമ്മൾ ഈ ഒരു കോളംസിനെ റോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. 5, 7, 3, 2, 1, 6, 9, 4, 8. അപ്പൊ നമുക്ക് എന്താ, ഈ ഒരു പുതിയ മെട്രിക്സ് ഫോം ചെയ്തു. നമ്മൾ ഇതിനൊന്ന് തിരിച്ചിട്ടപ്പോൾ പുതിയ മെട്രിക്സ് ഫോം ചെയ്തു. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, സിംമെട്രിക് മെട്രിക്സ്. സിംമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇഫ് ദ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് ഈസ് ഈക്വൽ ടു ദ ഒറിജിനൽ മെട്രിക്സ് ദെൻ ദാറ്റ് മെട്രിക്സ് ഈസ് കോൾഡ് സിംമെട്രിക് മെട്രിക്സ്. അതായത് നമ്മളിപ്പോ ഇങ്ങനെ പറഞ്ഞു, ഈ ഒരു മെട്രിക്സിനെ നമ്മൾ തിരിച്ചിടുമ്പോൾ നമുക്ക് പുതിയ മെട്രിക്സ് വന്നു. എന്നാൽ ചില മെട്രിക്സ് നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞാലും ഈ ഒരു മെട്രിക്സിന്റെ സിമിലർ ആവും, അങ്ങനെ സെയിം ആകും. അങ്ങനത്തെ മെട്രിക്സിനെയാണ് എന്ത് എന്ന് പറയുന്നത്, സിംമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് നെഗറ്റീവ് ട്രാൻസ്പോസ്. അതായത് നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഈ ഒരു സംഖ്യയുടെ നെഗറ്റീവ് ട്രാൻസ്പോസ് ആയിരിക്കും ന്യൂ ഫോം ചെയ്യുന്ന മെട്രിക്സ് എന്ന് പറയുന്നത്. ആ ഒരു മെട്രിക്സിനെയാണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ടോപ്പിക് ആണ് ഈക്വാലിറ്റി ഓഫ് മെട്രിക്സ്. ഈക്വാലിറ്റി ഓഫ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, വെൻ ടു മെട്രിക്സ് ആർ ആൻഡ് എസ് ആർ സെഡ് ടു ബി ഈക്വൽ. അതായത് രണ്ട് എലമെന്റ്സ് ഉണ്ട്, ആറും എസും. അത് നമ്മൾ ഈക്വൽ ആണ് എന്ന് എപ്പോഴാ പറയാ, ഒന്ന് ദേ ആർ ഓഫ് ദ സെയിം ഓർഡറിലായിരിക്കണം. അതേപോലെ തന്നെ ഈച്ച് എലമെന്റ് ഓഫ് ആർ ഈസ് ഈക്വൽ ടു ദ കറസ്പോണ്ടിങ് എലമെന്റ് ഓഫ് എസ്, ദാറ്റ് ഈസ് Rij ഈക്വൽ ടു Sij ഫോർ Ri and j. അതായത് രണ്ട് ഇതാള് ഈക്വൽ ആണ് എന്താ എപ്പോഴാ പറയാ, രണ്ടത്തെ വാല്യൂസും സെയിം ആവുമ്പോഴാണ് രണ്ട് മെട്രിക്സ് ഈക്വൽ ആവുക എന്ന് നമ്മൾ പറയാം. അപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണം. ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഞാനിവിടെ എഴുതാം. ഒരു ക്വസ്റ്റ്യൻ ആണ്, ലെറ്റ് x-2 മെട്രിക്സ് ആണ് കേട്ടോ, x-2 a-1 അതേപോലെ തന്നെ y+4 b-4 0 c+6 ഇതൊരു മെട്രിക്സ് ആണ്. പിന്നെ 6 -4 2 8 z-9 11. ഇങ്ങനെ രണ്ട് മെട്രിക്സ് ആണ് നമുക്ക് തന്നിട്ടുണ്ട്. രണ്ട് മെട്രിക്സ് ഇതിൽ ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് വൈ സെഡ് എ ബി സി, ഇതിന്റെ എല്ലാത്തിന്റെയും വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, ഇവിടെ എന്ന് പറയുന്നത് ഈ ഒരു x-2 എന്നുള്ളത് 6 ഈക്വൽ ആണ്. അതായത് x-2 equal to 6. x-2 the given matrix corresponding elements are equal ആണ്. അതുകൊണ്ട് തന്നെ x-2 എന്ന് പറയുന്നത് 6 ആണ്. അതേപോലെ തന്നെ a-1 equal to -4 or പിന്നെ അതേപോലെ y+4 equal to 2 0 equal to z-9 and b-4 equal to 8 and c+6 equal to 11. ഇങ്ങനെയാണ് വരിക. ഓക്കെ,
അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ ഇക്വേഷൻസ്, അതായത് എക്സിന്റെ വാല്യൂ, എന്റെ വാല്യൂ, വൈന്റെ വാല്യൂ, ബിന്റെ വാല്യൂ, സിന്റെ വാല്യൂ, സെറ്റിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? സിമ്പിൾ ആണ്. നമ്മൾ x-2 എന്ന് പറയുമ്പോൾ എക്സ് എങ്ങനെയാവും? എക്സ് എന്ന് പറയുന്നത് ഈ 2 -2നെ ഇപ്രഭാഗത്ത് കൊണ്ടുപോയാൽ 6 + 2 = 8 കിട്ടും. എന്റെ വാല്യൂ കാണാനോ? -4 + 1 = -4 + 1 = -2 എന്ന് കിട്ടും. നെക്സ്റ്റ് വൈന്റെ വാല്യൂ കാണാനോ? വൈന്റെ വാല്യൂ കാണാൻ 2 - 4 = -2. ഓക്കെ. പിന്നെ സെഡിന്റെ വാല്യൂ കാണാനോ? സെഡിന്റെ വാല്യൂ കാണാൻ ഈ ഒരു -9 ഈ ഭാഗത്ത് കിട്ടുമ്പോൾ 9. ഓക്കെ. പിന്നെ ബിന്റെ വാല്യൂ കാണാൻ 8 + 4 = 12. സിന്റെ വാല്യൂ കാണാൻ 11 + 6 = 17. ഓക്കെ. അപ്പൊ നമ്മൾ എക്സിന്റെ വാല്യൂ x = 8 എന്ന് കിട്ടി. അതേപോലെ തന്നെ a = -2. നമുക്ക് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഇതിൽ ഓരോന്നിന്റെയും A, B, C അതേപോലെ തന്നെ X, Y, Z എന്നുള്ളതിന്റെ വാല്യൂസ് ആണ്. അതില് ഓരോന്നിന്റെ വാല്യൂസും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു സെക്ഷൻസ് ഒക്കെയാണ് പറയാനുള്ളത്. നമ്മൾ എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ വെക്ടേഴ്സ് എന്താണ്, വെക്ടറിന്റെ ടൈപ്സ് എന്താണ്, അതേപോലെ തന്നെ അഡീഷനില്, സബ്സ്ട്രാക്ഷനില്, മൾട്ടിപ്ലിക്കേഷൻസ് വെക്ടർ എങ്ങനെയാണ്, വെക്ടേഴ്സിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് മെട്രിക്സിന്റെ ടൈപ്സ് ആണ്. മെട്രിക്സിന്റെ ടൈപ്സ് പറഞ്ഞു. പിന്നെ അതിൽ ഒരു ക്വസ്റ്റ്യനും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത യൂണിറ്റുമായിട്ട് കാണാം. താങ്ക് യു.